സ്വന്തം ബൂത്തിൽ പുറകിൽ പോയാൽ നാണക്കേടാണ്. അതുകൊണ്ട് സ്വരാജ് അതൊക്കെ മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2016 നാട്ടുകാർ മാറ്റി നിർത്തിയ ഷൗക്കത്തിന് 2025 അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടി വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മത്സരിച്ച മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറാകാതെ മാറി നിന്ന BDJSന് ഏതെങ്കിലും ഒരു മണ്ഡലം നാളെ ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടെന്ന് നിലമ്പൂരിൽ മത്സരിച്ചില്ല എന്ന ചോദ്യവും വന്നേക്കാം. നിലമ്പൂരിലെ അങ്കത്തട്ട് തയ്യാറായി കഴിഞ്ഞു. അംഗച്ചേകവന്മാരെല്ലാം അങ്കത്തട്ടിലേക്ക് എടുത്തു ചാടുകയാണ്. 4 പ്രധാനപ്പെട്ട ചേകവന്മാരാണ് ഇപ്രാവശ്യം അംഗം വെട്ടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുള്ളത്. അതിലേറ്റവും പ്രധാനി കഴിഞ്ഞ കുറച്ചു കാലമായി മലയാള പത്രദൃശ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ PV അൻവറാണ്. രണ്ടാമത്തെ അംഗച്ചേകവർ M സ്വരാജാണ്. പിന്നീട് ആര്യാടൻ ഷൗക്കത്ത്, കന്നി അംഗം കുറിക്കുന്നത് അഡ്വക്കേറ്റ് മോഹൻ ജോർജുമാണ്. അങ്ങനെ 4 പേരും അരയും തലയും മുറുക്കി സജീവമായി അംഗത്തട്ടിൽ വന്നു കഴിഞ്ഞു. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാജിമൂലം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത്. രാജിവെച്ചിട്ട് വീണ്ടും അൻവർ മുന്നണി മാറി ജനവിധി പരിശോധിക്കാനായിട്ട് അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ PV അൻവർ എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് എല്ലാവരോടെയും എതിർപ്പാണ് PV അൻവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രകളിലൊന്ന്. പിണറായിയോട് അദ്ദേഹത്തിന് വെറുപ്പാണ്, VD സതീശനോട് എതിർപ്പാണ്, ആര്യാടൻ ഷൗക്കത്തിനെ ആണെങ്കിലാകട്ടെ കണ്ണെടുത്താൽ അദ്ദേഹത്തിന് കണ്ടും കൂടാ. അങ്ങനെ എല്ലാവരെയും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടൊരു യുദ്ധത്തിനാണ് PV അൻവർ നിലമ്പൂര് ഇറങ്ങിയിരിക്കുന്നത്. ഈ അൻവർ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശം പരത്തുന്നവനാണ് അൻവർ. അറബി വാക്കാണ് അൻവർ. അതിൻ്റെ അർത്ഥം പ്രകാശം എന്നാണ്, അല്ലെങ്കിൽ പ്രകാശം പരത്തുന്നവനാണ്. പക്ഷേ അൻവർ ചെന്ന 2 മുന്നണിയിലും അദ്ദേഹം പരത്തിയത് പ്രകാശമല്ല, ഇരുട്ടാണ്. ഇതാണ് അൻവറിന് സംഭവിച്ച പ്രധാനപ്പെട്ട തെറ്റുകളിലെ ഒന്ന്. അദ്ദേഹം പല കാര്യങ്ങളും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ഗതികേടിലേക്ക് അൻവർ എത്തിച്ചേർന്നത്. അതേസമയം അൻവർ തന്ത്രശാലിയാണ്. ഏറനാട് അൻവർ മത്സരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം 2ാം സ്ഥാനത്തെത്തി. LDFനെയും UDFനെയും ഒരേപോലെ എതിർക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം 2ാം സ്ഥാനത്തെത്തി. അന്ന് LDFന് വേണ്ടി മത്സരിച്ചത് CPI സ്ഥാനാർത്ഥിയായിരുന്നു. 2000 വോട്ട് വാങ്ങി CPI സ്ഥാനാർത്ഥി പിന്നിലേക്ക് പോയപ്പോൾ CPMൻ്റെ വോട്ട് പർച്ചേസ് ചെയ്ത് ഏറനാട് 2ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞ തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനാണ് അൻവർ. പിന്നീട് അദ്ദേഹം മത്സരിച്ചത് വയനാട്ടിലാണ്. വയനാട്ടിൽ നല്ല ഭൂരിപക്ഷം നേടാൻ അൻവറിന് കഴിഞ്ഞു. അൻവർ നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് 2016 നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി അദ്ദേഹം 2016 നിയമസഭയിലെത്തി. 2021 അദ്ദേഹം വീണ്ടും മത്സരിച്ചു. വീണ്ടും അൻവർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2021 അദ്ദേഹം MLA ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്, പ്രത്യേകിച്ച് പിണറായി വിജയനുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് അൻവറിൻ്റെ രാജിയിലേക്ക് നയിച്ചതും ആത്യന്തികമായി ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ അൻവർ നിൽക്കുന്നത് മമതാ ബാനർജിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. തൃണമൂൽ കോൺഗ്രസ്സിന് കേരളത്തിൽ എന്ത് പ്രസക്തിയാണെന്ന് നമുക്കറിയില്ല. ഇനി മമതാ ബാനർജിക്ക് എന്ത് സ്വാധീനമാണ് കേരളത്തിലുള്ളത്, നിലമ്പൂരുള്ളത് എന്നും നമുക്കറിയില്ല. ഒരു കാര്യം വ്യക്തമാണ്, മമതയോട് നിലമ്പൂർകാർക്ക് ഒരു മമതയും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയും ബംഗാളിൽ നിന്ന് വന്ന വല്ല തൊഴിലാളികളും നിലമ്പൂരിലുണ്ടെങ്കിൽ തന്നെ അവർക്ക് മമതയോടെ എന്തെങ്കിലും ഒരു മമത ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. മമതയുടെ ഭരണം മൂലം പൊറുതിമുട്ടിയാണല്ലോ ബംഗാളിലെ ആളുകൾ തൊഴിൽ തേടി പിണറായി ഭരിക്കുന്ന കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ മമതാ ബാനർജി ഇവിടെ വന്ന് സ്റ്റേജിൽ എന്തെങ്കിലും ഒരു പ്രകടനം നടത്തിയാൽ അത് റാപ്പർ വേടന് ഒരു ഭീഷണിയായി മാറും എന്നതിനപ്പുറം കാര്യമായി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ മമതാ ബാനർജിക്ക് കഴിയില്ല. ബംഗാളിലെ സ്റ്റേജുകളിൽ മമത കാണിക്കുന്ന പ്രകടനവും കേരളത്തിലെ റാപ്പർ വേടൻ കാണിക്കുന്ന പ്രകടനമൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ റാപ്പർ വേടന് ഒരു പ്രതിയോഗിയായി എന്നതിനപ്പുറം മമതയ്ക്ക് കാര്യമായി എന്തെങ്കിലും ഒരു ചലനം നിലമ്പൂരിലുണ്ടാക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത് മത്സര രംഗത്തുള്ള പ്രധാനപ്പെട്ട ആൾ സാക്ഷാൽ സഖാവ് സ്വരാജാണ്. സ്വരാജ് സത്യം പറഞ്ഞാൽ ചെഗുവേരയുടെ ഒരു ചെറിയ പതിപ്പാണ്. ഭാവിയിൽ ചെഗുവേരയെ പോലും കവച്ചു വയ്ക്കുന്നൊരു വിപ്ലവകാരി ആയി വളരാനുള്ള സാധ്യതയെല്ലാം ഉള്ള സഖാവാണ് M സ്വരാജ്. സ്വരാജ് 2016 തൃപ്പൂണിത്തുറയിൽ നിന്ന് ജയിച്ചു. ആ കാലഘട്ടത്തിലാണ് 2019
ശബരിമല വിവാദമുണ്ടാകുന്നത്. ശബരിമല വിവാദമുണ്ടായപ്പോൾ സ്വരാജ് ശബരിമല അയ്യപ്പനും മാളികപ്പുറവുമായുള്ള വിവാഹം കരാറിലാക്കിയ ആളാണ്. ഏതാണ്ട് ഒരു കല്യാണ ബ്രോക്കറുടെ റോളിലാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത്. കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണെന്നാണ് നമ്മളെ ധരിപ്പിച്ചിരുന്നത്. എന്തായാലും ശരി, അയ്യപ്പ ഭക്തന്മാർക്ക് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നത് തന്നെ ആനന്ദ പുളകിതരാക്കുന്ന ഒന്നാണ്. ഇതൊക്കെയാണെങ്കിലും സ്വരാജ് വളരെ സൗമനസ്യത്തോട് പെരുമാറിയൊരു വിഭാഗം ഉണ്ട്. അത് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, അങ്ങ് പാലസ്തീനിലെ ഹമാസുകാരാണ്. ഹമാസുകാരെ അദ്ദേഹം പോരാളിയായിട്ട് കണ്ടു. ഹമാസിന് വേണ്ടി അദ്ദേഹം കവിത എഴുതി. ഹമാസിനും ഫാൻസ് അസോസിയേഷൻ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. ഈ ഹമാസ് ഫാൻസ് അസോസിയേഷൻ സ്വരാജിൻ്റെ കവിത വായിച്ച് ആനന്ദ നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ ഭക്തന്മാർക്കും ഹമാസ് ഫാൻസ് അസോസിയേഷനും വളരെ പ്രിയപ്പെട്ട, വളരെ ഒരുപോലെ പ്രിയപ്പെട്ട നേതാവാണ് സ്വരാജ്. 2016 തൃപ്പൂണിത്തറ നിന്ന് ജയിച്ച സ്വരാജ് 2021 അതായത് അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം തൃപ്പൂണിത്തറയിൽ മത്സരിക്കുമ്പോൾ 8 നിലയിൽ അവിടെ പൊട്ടിപ്പോയി. അദ്ദേഹത്തിനെ തോൽപ്പിച്ചത് അഴിമതി ആരോപണ വിധേയനായ കെ ബാബു എന്ന മുൻ എക്സൈസ് മന്ത്രിയായിരുന്നു. അപ്പോൾ എക്സൈസ് മന്ത്രിയുടെ മുന്നിൽ, കെ ബാബുവിൻ്റെ മുന്നിൽ, അഴിമതി ആരോപണ വിധേയനായ കെ ബാബുവിൻ്റെ മുന്നിൽ അടിയറവ് പറയേണ്ട ഒരു ഗതികേടാണ് വിപ്ലവകാരിയായ സ്വരാജിന് സംഭവിച്ചത്. എന്തായാലും തൃപ്പൂണിത്തുറക്കാർ ഒരു കാര്യം തീരുമാനിച്ചു. സ്വരാജ് ഒരു നല്ല കല്യാണ ബ്രോക്കറാണ്. ശബരിമല അയ്യപ്പന് പോലും കല്യാണം തീരുമാനിച്ചെടുത്ത ആളാണല്ലോ. അതേ നേരം ഇനി നിലമ്പൂർ പോയി അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് തൃപ്പൂണിത്തുറയിൽ നിന്നും നിയമസഭയിലേക്ക് അയച്ചില്ല, അദ്ദേഹത്തെ തിരിച്ച് നിലമ്പൂരിലേക്ക് അയച്ചു. ഇവിടെ നമ്മുടെ സ്വരാജിനെ അങ്ങനെ ചെറുതായി കാണാൻ പറ്റില്ല. ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ത് വില കൊടുത്തും നടത്തും എന്ന ഉറച്ച തീരുമാനമെടുത്ത അപൂർവം സഖാക്കളിൽ ഒരാളാണ് അദ്ദേഹം. ഇപ്പോഴേ ദേശാഭിമാനിയുടെ റെസിഡൻറ്റ് എഡിറ്റർ ആണെങ്കിൽ ശരി, വിപ്ലവ വീര്യം അദ്ദേഹത്തിൽ ഒട്ടും ചോർന്നു പോയിട്ടില്ല. അത് ദേശാഭിമാനിയുടെ ഉരുകി പരന്ന് സഖാക്കളിൽ എത്തുന്നുമുണ്ട്. ഒരുപക്ഷെ വിപ്ലവ വീര്യം മൂത്തു കഴിഞ്ഞാൽ അദ്ദേഹം ബൊളീവിയൻ കാടുകളിലേക്ക് പോയ ചെഗുവരയെ പോലെ നിലമ്പൂരിലെ അടുത്തുള്ള പശ്ചിമഘട്ട വനനിരകളിലേക്ക് പോകാനും അവിടെ ഇരുന്ന് ഗറില്ല സമരത്തിന് നേതൃത്വം കൊടുക്കാനുമൊക്കെ ഒരുപാട് സാധ്യതയുള്ള ഒരു അതിവിപ്ലവകാരിയായ ഒരാളാണ് സ്വരാജ്. പക്ഷേ സ്വരാജ് ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം മാതൃകയാക്കേണ്ട, അദ്ദേഹം ഓർത്തിരിക്കേണ്ട ഒരു ചിത്രമുണ്ട്. അത് മറ്റാരുടെയുമല്ല, CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയുടെ ഒരു മത്സരമാണ്. അദ്ദേഹം അവസാനം മത്സരിച്ചത് 2014 കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നാണ്. അന്ന് അദ്ദേഹത്തിന് അവിടെ പ്രതിയോഗിയായി ഉണ്ടായിരുന്നത് പ്രേമചന്ദ്രനായിരുന്നു. പ്രേമചന്ദ്രനുമായി കടുത്ത മത്സരമാണ് 2014 കൊല്ലത്ത് നടന്നത്. ആ കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തായ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു, ഒരു സംശയവും വേണ്ട, ബേബി സഖാവ് 50,000 വോട്ടിന് ജയിച്ചിരിക്കും എന്നുള്ളതാണ്. സഖാവിൻ്റെ ആ ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള പ്രവചനം വളരെ ശരിയായിരുന്നു. പക്ഷേ ആ ഭൂരിപക്ഷം കിട്ടിയത് ബേബി സഖാവിനല്ല, മറിച്ച് പ്രേമചന്ദ്രനായിപ്പോയി എന്നൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബേബി സഖാവ് വളരെ മാന്യമായി ഒരു കാര്യം ചെയ്തു. MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറായി. സാധാരണ ആരും ചെയ്യുന്നൊരു കാര്യമല്ല. എന്തായാലും ശരി, മാന്യമായി MLA സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പാർലമെൻ്ററി രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറായി. എങ്കിലും അന്ന് പാർട്ടി സമ്മതിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ദയനീയമായൊരു അവസ്ഥയുണ്ടായത്, അദ്ദേഹം പ്രാക്കുളത്തുകാരനാണ്, ബേബി സഖാവ് പ്രാക്കുളത്തുകാരനാണ്. പ്രാക്കുളത്തുള്ള ബേബി സഖാവിൻ്റെ ബൂത്തിൽ പോലും പ്രേമചന്ദ്രനേക്കാൾ വളരെ പിന്നിൽ പോയി MA ബേബി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു വസ്തുത സ്വരാജ് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. സ്വന്തം ബൂത്തിൽ പുറകിൽ പോയാൽ നാണക്കേടാണ്. അതുകൊണ്ട് സ്വരാജ് അതൊക്കെ മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അയ്യപ്പ ഭക്തന്മാരുടെയും ഹമാസ് ഫാൻസിൻ്റെയും പിന്തുണ ഒരുപോലെ ഉറപ്പാക്കിയ സ്വരാജിന് തിരിഞ്ഞും പിരിഞ്ഞും ഒന്നും നോക്കേണ്ട കാര്യമില്ല. ശക്തമായി തന്നെ ഈ മത്സരരംഗത്ത് നിൽക്കാം. കുറഞ്ഞ പക്ഷം അയ്യപ്പ ഭക്തന്മാരെങ്കിലും അദ്ദേഹത്തെ കൈവിടത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. സ്വരാജ് മത്സരരംഗത്ത് നിൽക്കുന്ന അടുത്ത ആളാണ്. മൂന്നാമത് അങ്കത്തട്ടിൽ നിൽക്കുന്ന ആൾ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്താണ്. ആര്യാടൻ ഷൗക്കത്തിനെ നാട്ടുകാർ സ്നേഹപൂർവ്വം ബാപ്പുട്ടി എന്നാണ് വിളിക്കുന്നത്. ആളുകൾ വലിയ സ്നേഹത്തോടെ കാണുന്ന ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത്. ബാപ്പുട്ടി എന്ന് സ്നേഹപൂർവ്വം അവർ വിളിക്കുകയും ചെയ്തു. പക്ഷേ നാട്ടുകാർ കാണിച്ച ഈ സ്നേഹം 2016 വോട്ടായിട്ട് മാറിയില്ല എന്നുള്ളതാണ് ഷൗക്കത്തിന് പറ്റിയ ഒരു ഗതികേട്. 2016 നാട്ടുകാർ മാറ്റി നിർത്തിയ ഷൗക്കത്തിന് 2025 അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടി വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനെ അതിജീവിക്കാൻ
ഷൗക്കത്തിന് കഴിയുമോ? അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. 4ാമത് അംഗത്തട്ടിൽ നിൽക്കുന്നത് കന്യാംഗം കുറിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ്. ഈ മോഹൻ ജോർജ് ഒരു ചെറിയ കൊച്ചുമീനല്ല, നെത്തോലി ഒരു ചെറിയ മീനല്ലെന്ന് പറഞ്ഞാൽ മോഹൻ ജോർജ് ഒരു ചെറിയ മീനല്ല. കേരള സ്റ്റുഡൻസ് കോൺഗ്രസ്സിൽ തുടങ്ങി കേരള യൂത്ത് ഫ്രണ്ടിലൂടെ വളർന്നു വന്ന ആളാണ്. അദ്ദേഹം മോൻസ് ജോസഫിനോടൊപ്പം റോഷി അഗസ്റ്റിനോടെയൊക്കെ ഒപ്പം ഒരുപക്ഷെ അവരുടെ സീനിയറായി കേരള കോൺഗ്രസ്സിലുണ്ടായിരുന്ന ആളാണ്. കേരള കോൺഗ്രസ്സിലെ സീനിയർ നേതാക്കന്മാരിലൊരാളാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. കുടിയേറ്റ ക്രൈസ്തവരുടെ മേഖലയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. മർത്തോമാ സഭക്കാരനായ മോഹൻ ജോർജിന് സഭയിലെ മർത്തോമാ സഭയിൽ മാത്രമല്ല മറ്റ് ക്രൈസ്തവ സഭകളിലും ഹിന്ദു സംഘടനകളിലും ഹിന്ദു സമുദായത്തിലുമൊക്കെ അദ്ദേഹത്തിന് സ്വാധീനമുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അവകാശവാദം എത്രമാത്രം യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും മോഹൻ ജോർജും ഈ മത്സര രംഗത്തുണ്ട്. മോഹൻ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ക്ലവറായിട്ട് വളരെ തന്ത്രപൂർവ്വം രാജീവ് ചന്ദ്രശേഖരന് കരുക്കൾ നീക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. BDJS മത്സരരംഗത്തില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടത് ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ആ സാഹചര്യത്തിലാണ് വളരെ കൗശലപൂർവ്വം കുടിയേറ്റ കർഷകരുടെ മേഖലയിൽ വലിയ സ്വാധീനമുള്ള മോഹൻ ജോർജിനെ പെട്ടെന്ന് തന്നെ അവർ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ കേരള കോൺഗ്രസ് വൃത്തങ്ങളെ ഞെട്ടിച്ച ഒന്നായിരുന്നു മോഹൻ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വന്നത് 2026 നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിലേക്കൊരു വിരൽ ചൂണ്ടുന്ന ഒരു സംഭവം കൂടിയാണ്. ക്രൈസ്തവരെ ഒപ്പം നിർത്തി കേരളം പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ നടത്തുന്ന ശ്രമം തീർച്ചയായിട്ടും അത്തരം ഒരു ശ്രമത്തിന് തീർച്ചയായിട്ടും ഊർജ്ജം പകരാൻ നിലമ്പൂര് അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവിടെ നഷ്ടം സംഭവിച്ചത് NDAയിലെ ഘടകകക്ഷിയായിരുന്ന BDJSനാണ്. BDJS നിലമ്പൂരിൽ മത്സരിച്ചതാണ്. അവർക്ക് കിട്ടിയ ഒരവസരമായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത്. ഉപതെരഞ്ഞെടുപ്പിൽ എത്ര ശക്തി പ്രകടിപ്പിച്ചാലും ശരി BDJSനോ BJPക്കോ ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല നിലമ്പൂര് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് വരുന്നൊരു പ്രചരണപരമായ സാധ്യതയുണ്ട്. BDJS എന്ന് പറയുന്ന പാർട്ടി NDAയിലുണ്ട് എന്നും അതിനെ നയിക്കാൻ തുഷാർ വെള്ളാപ്പള്ളി എന്നൊരു നേതാവുണ്ടെന്നും പൊതുസമൂഹത്തിനെ അറിയിക്കാൻ കിട്ടിയ ഒരു വലിയ അവസരമാണ് BDJS നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള BDJSൻ്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും നിലമ്പൂര് ഒത്തുകൂടാനും അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവസരം കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് BDJS എന്ന് പറയുന്നത് ചെറിയ പാർട്ടിയാണെങ്കിലും അവർ റെജിമിനേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ്. അത് അവർ കളഞ്ഞു കുളിച്ചു എന്ന് മാത്രമല്ല, മത്സരിച്ച മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറാകാതെ മാറി നിന്ന BDJSന് ഏതെങ്കിലും ഒരു മണ്ഡലം നാളെ ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടെന്ന് നിലമ്പൂരിൽ മത്സരിച്ചില്ല എന്ന ചോദ്യവും വന്നേക്കാം. വളരെ വ്യക്തിപരമായി അറിയാവുന്ന ഒരാൾ ആര്യാടൻ ഷൗക്കത്താണ് ഈ 4 സ്ഥാനാർത്ഥികളിൽ. M സ്വരാജിനെയോ അതല്ലെങ്കിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയോ കാണാനോ പരിചയപ്പെടാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ പരിചയപ്പെടാൻ മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം കുറച്ചു കാലം പ്രവർത്തിക്കാനുള്ള അവസരവും കിട്ടിയ ഒരാളാണ് ഞാൻ. 2006 ഞാൻ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിലമ്പൂർ ഗ്രാമപഞ്ചായത്തായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം ആ കാലഘട്ടത്തിലാണ് നിലമ്പൂരിൽ ജ്യോതിർഗമയ എന്ന ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആ പദ്ധതിക്ക് സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്ററും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷനും എല്ലാ സഹായ സഹകരണങ്ങളും നൽകി. വളരെ വിശാലമായ ലക്ഷ്യത്തോടുകൂടി വളരെ മാതൃകാപരമായി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ജ്യോതിർഗമയ. അത് നവസാക്ഷരരെയും സാക്ഷരരെയും എല്ലാം ഉൾപ്പെടുത്തി 60 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളെ മുഴുവൻ ഉൾപ്പെടുത്തി അവർക്ക് 4ാം ക്ലാസ് വിദ്യാഭ്യാസം കൊടുക്കുന്ന വളരെ മാതൃകാപരമായ ഒരു പ്രോജക്റ്റായിരുന്നു. ആ പ്രോജക്റ്റ് വളരെ വിജയകരമായി പൂർത്തിയാക്കുവാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിയുകയും ചെയ്തു. കാര്യമായി പഞ്ചായത്ത് ഫണ്ടൊന്നും ഉപയോഗിക്കാതെ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ജ്യോതിർഗമയ പൂർത്തിയാക്കിയത്. ജ്യോതിർഗമയ പദ്ധതിയുടെ കാലഘട്ടത്തിൽ നിലമ്പൂരിൽ വന്ന് പല ദിവസങ്ങളിൽ താമസിക്കാനും ആര്യാടൻ ഷൗക്കത്തിനോടൊപ്പം ആദിവാസി കോളനികളിലും പട്ടികവർഗ കോളനികളിലും ഒപ്പം മറ്റാളുകളുടെയൊക്കെ ഇടയിൽ ഇറങ്ങാനും അവരുമായി സംസാരിക്കാനും ഒക്കെ എനിക്ക് ആ കാലഘട്ടത്തിൽ അവസരം കിട്ടി. ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി പറയാം, ആര്യാടൻ ഷൗക്കത്തിന് വളരെ ജനസ്വാധീനമുള്ള ഒരു നേതാവായിട്ടാണ് അന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജ്യോതിർഗമയ എന്ന പദ്ധതി ദേശീയ സാക്ഷരതാ മിഷൻ അതിൻ്റെ നേതാക്കന്മാർ കൗതുകപൂർവ്വം കാണുകയും അന്നത്തെ ഡയറക്ടർ ജനറൽ സ്ഥലം സന്ദർശിച്ച് നിലമ്പൂർ സന്ദർശിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല, ജ്യോതിർഗമയയിലൂടെ നിലമ്പൂരിൽ കൊണ്ടുവന്ന
സാർവത്രികമായ 4ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത എന്ന പരിപാടി വളരെയധികം ഗൗരവത്തിലാണ് നാഷണൽ ലിറ്ററസി മിഷന് നോക്കിക്കണ്ടത്. അന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാർ, ഡയറക്ടർ ജനറൽ അടക്കമുള്ള ചുമതലക്കാർ നിലമ്പൂരിൽ വന്നു. ഓരോ പഠന ക്ലാസ്സുകളും അവർ നേരിൽ സന്ദർശിച്ചു. സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള പഠിതാക്കളുമായിട്ട് സംസാരിച്ചു. വളരെ ആവേശത്തോടുകൂടിയാണ് അവർ മടങ്ങിപ്പോയത്. ഈ നിലമ്പൂർ മോഡൽ ജ്യോതിർഗമയ എന്ന പദ്ധതി ഒരു മാതൃകാ പദ്ധതിയായി എടുക്കാനും ഇന്ത്യയിലെ സാക്ഷരത നേടിയ സംസ്ഥാനങ്ങളിൽ അത് ഉപയോഗപ്പെടുത്തുവാനും അത് പ്രയോജനപ്പെടുത്തുവാനും അത് നടപ്പിലാക്കുവാനും ഉള്ള ഒരു തീരുമാനത്തിലേക്ക് ദേശീയ സാക്ഷരതാ മിഷൻ എത്തിയെങ്കിലും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ എം.എ. ബേബി ഈ കാര്യത്തിൽ താല്പര്യം കാണിക്കാതിരുന്നത് കൊണ്ട് തന്നെ നിലമ്പൂർ എന്ന ഗ്രാമപഞ്ചായത്ത് ഇന്ത്യയിലെ തുടർ വിദ്യാഭ്യാസ രംഗത്തെ ഒരു മാതൃക സൃഷ്ടിച്ച ഗ്രാമമായി അറിയപ്പെടുവാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്ത് എന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കോമൺവെൽത്ത് ഓഫ് ലേണിങ്ങിൻ്റെയോ അല്ലെങ്കിൽ UN-ൻ്റെയോ ഒക്കെ പുരസ്കാരങ്ങൾ കിട്ടാനുള്ള അവസരവും നഷ്ടപ്പെട്ടു പോയി. എന്തായാലും ശരി, ആര്യാടൻ ഷൗക്കത്തിനോടൊപ്പം പ്രവർത്തിച്ച നാളുകളിൽ എനിക്ക് ബോധ്യമായത് ഷൗക്കത്ത് ജനപിന്തുണയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ്. പക്ഷേ 2006 നിന്നും ഏതാണ്ട് 19 വർഷം ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. ഷൗക്കത്തിന് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പുതിയ തലമുറയിലേക്ക് എത്രമാത്രം കടന്നു കയറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു? എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ബഹുജന പിന്തുണ വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ളത് തിരഞ്ഞെടുപ്പിന് ശേഷമേ നമുക്കറിയാൻ കഴിയൂ. എന്തായാലും ശരി, വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ PV അൻവറിനെ എഴുതി തള്ളാൻ പറ്റില്ല. PV അൻവറിൻ്റെ സ്വാധീനം എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം 3 മുന്നണികളെയും വളരെ വ്യത്യസ്തമായ തോതിൽ സ്വാധീനിക്കും. 2026 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അത് പുതിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും. M സ്വരാജ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അത് ഭരണമുന്നണിക്ക് ഒരു തിരിച്ചടിയായി തന്നെ വരും. കാരണം ഇടതുപക്ഷം ജയിപ്പിച്ച അൻവറിനെ മാറ്റി നിർത്തിയപ്പോൾ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞതിനർത്ഥം ഇടതുപക്ഷം അവിടെ ജയിച്ചത് അൻവറിൻ്റെ പേരിൽ മാത്രമാണ് എന്നുള്ളതാണ്. അത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ട്, UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ൻ്റെ ജീവൻ മരണ പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവിയെ മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുന്നത്, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയും ചെയ്യും എന്നതാണ് ഈ 2 പേരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. PV അൻവറിനെ മാറ്റി നിർത്തുന്ന കാര്യത്തിൽ VD സതീശനെടുത്ത തീരുമാനം കോൺഗ്രസ്സിലെ ചില ആളുകളിലും മാത്രമല്ല ലീഗിൽ പോലും അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ അതൃപ്തിയൊക്കെ തൃപ്തിയായിട്ട് മാറുകയും സതീശൻ്റെ തന്നെ ഒരു വിജയമായി കൊട്ടിഘോഷിക്കുകയും ചെയ്യും. അത് സതീശനെ സംബന്ധിച്ചിടത്തോളം, ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇതിലെല്ലാം ഉപരി UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു ചെറിയ തെരഞ്ഞെടുപ്പാണ് എങ്കിൽ പോലും നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്. NDA-യെ സംബന്ധിച്ചിടത്തോളം NDA-ക്ക് അവിടെ കാര്യമായ വേരുകളുള്ള ഒരു സ്ഥലമല്ല. ഹിന്ദു വോട്ടുകൾ നിലമ്പൂർ കോവിലകം മുതൽ ആദിവാസി കോളനികൾ, ഷെഡ്യൂൾ കാസ്റ്റ് കോളനികൾ വരെ നീണ്ടു പരന്ന് കിടക്കുന്ന ഹൈന്ദവ വോട്ടുകൾ അവിടെയുണ്ട്. ആ വോട്ടുകളെ സ്വാധീനിക്കുന്നത് കൂടാതെ കുടിയേറ്റ കർഷകരുടെ മേഖലയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് കഴിഞ്ഞു എന്നും കാത്തിരിക്കുന്നത് കാണേണ്ടതാണ്. എത്ര വോട്ട് അദ്ദേഹത്തിന് ശേഖരിക്കാൻ കഴിയും, അദ്ദേഹത്തിന് എത്രമാത്രം മുന്നിൽ പോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. NDA-യെ സംബന്ധിച്ചിടത്തോളം മോഹൻ ജോർജിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ 2026 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സലായിട്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് മാറും എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശരി, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഭരണവിരുദ്ധ വികാരം തന്നെയായിരിക്കും. ഭരണവിരുദ്ധ വികാരം ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുമ്പോൾ വികസന രാഷ്ട്രീയവുമായി LDF മുന്നോട്ട് വരും. ഇതിൽ ഏതിനാണ് മുൻതൂക്കം കിട്ടുന്നത്, ഭരണവിരുദ്ധ വികാരം ആർക്കനുകൂലമായി മാറും എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ശരി, നിലമ്പൂർ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് 2026 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമായ പല തലങ്ങളിൽ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.